കയറണമെങ്കിൽ ട്രക്ക് ചെയ്ത് കയറാൻ പറ്റുള്ളൂ. ഇവിടുന്ന് പണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ താഴേക്ക് തമിഴ്നാട് നടന്നു പോയിരുന്നു കൊറോണ ടൈമൊക്കെ ഇല്ലേ. ഇപ്പൊ ഇതാണ് രാജാപ്പാറ. ഇത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കേരളത്തിലാണ്. ഈ രാജാപ്പാറയുടെ മറു സൈഡാണ് തമിഴ്നാട്. ശരിയാണ്, തമിഴ്നാട് ഈ താഴെ കാണുന്ന ഭാഗമാണ്. ഈ കേരളത്തിന്റെ കൃഷിയല്ലല്ലോ. അല്ല, തമിഴ്നാട്. അപ്പൊ ഒത്തിരി അടുത്തും. പക്ഷെ ഇപ്പൊ ഈ രാജാപ്പാറ പറഞ്ഞ വഴി എന്ന് പറയുന്നത് നമ്മള് ശാന്തൻപാറയിൽ നിന്ന് നെടുങ്കണ്ടം പോകുന്ന വഴിക്ക് കുറച്ച് അകത്തോട്ട് കയറിക്കാണ്. അതായത് കള്ളിപ്പാറയുടെ വേറൊരു സൈഡ് അല്ലേ? ഓക്കെ. പക്ഷെ അതിന്റെ മണ്ടയിൽ നമുക്ക് കയറണമെങ്കിൽ ട്രക്കിങ് ചെയ്യണം. പക്ഷെ ഭയങ്കരമായിട്ട് ആനശല്യമുള്ള സ്ഥലമല്ലേ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ വഴി നിറയെ ആനപ്പിണ്ണം കിടപ്പുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ഏതൊക്കെ ഹോം സ്റ്റേകളുണ്ട്. സ്റ്റേ എല്ലാം ഫെൻസിങ് ചെയ്തേക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അരുണിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് വരുമായിരുന്നു, ഇവിടെ ആനയുണ്ടോ, ആന വന്ന് എന്ത് ചെയ്യും, നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അവൻ മുന്നും ചിന്തിക്കാതെ ഇറങ്ങി തിരിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ആനയെ അങ്ങനെ പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വരുമ്പോഴത്തേക്കേ അത് മനസ്സിലാകത്തുള്ളൂ. ഇതുവരെ പേടിയില്ലെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഞാൻ പോകുന്നിടത്തൊന്നും ആന പെട്ടെന്ന് വരാറില്ല. ഇനി വരുമ്പോൾ കാണാം എങ്ങനെയാണെന്ന്. എന്തായാലും ഈ കള്ളിപ്പാറ സൈഡ്, അതായത് നെടുങ്കണ്ടം ശാന്തൻപാറ പോകുന്നവർ ഈ രാജാപ്പാറ കാണാതെ പോകരുത്. ഭയങ്കര വ്യൂ പോയിന്റ് എന്നല്ല, പക്ഷേ ഏറ്റവും അടുത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അടുത്തായിട്ട് തമിഴ്നാട്ടിലെ കൃഷികൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഈ താഴെ ഇത്ര താഴ്ചയേ ഉള്ളൂ നമുക്ക് തമിഴ്നാട് കാണാൻ വേണ്ടിയിട്ട്. അത് ഏത് ടൗണാണ് വരുന്നത്? തേവാരം. അപ്പം നമ്മൾ ഈ തേവാരത്തിന്റെ ആ സൈഡിലല്ലായിരുന്നോ? എല്ലാ സൈഡിലും നമ്മളവിടെ നിന്നെല്ലാം കാണുന്ന വ്യൂ ആണ്. പഴയ തമിഴ്നാട് കേരള നടത്തി കയറിക്കൊണ്ടിരുന്ന സ്ഥലം.